മാധവേട്ടാ, ഇനി ഇറങ്ങിയില്ലേ? പെട്ടെന്ന് വേണം. രാഗകാലത്തിനും കുളികാലത്തിനും മുമ്പ് കടുവാശേരിയിൽ എത്തണം. പെട്ടെന്നാവട്ടെ. അങ്ങേർക്ക് കടയടയ്ക്കാൻ കാരണമില്ലാണ്ടിരിക്കുകയായിരുന്നു. സരോജ ചേച്ചി, വട്ടക്കുഴിയിലേക്കുള്ള റോഡ് വെട്ടിന്റെ കോൺട്രാക്ടർ വരും. കടയിൽ ഇരിക്കാൻ പറയണം. ഞങ്ങൾ ഉടനെ എത്തും. റോഡ് വെട്ടാൻ കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർ സമ്മതിക്കില്ലെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. നടക്കില്ല ചേച്ചി, അതൊക്കെ അയാളുടെ മനസ്സിലിരിപ്പല്ലേ. നാളെ റോഡ് വെട്ട് ആരംഭിച്ചിരിക്കും. ഇന്ന് എവിടെയാ അപ്പൂട്ട കാപ്പൂടി? അപ്പൂട്ടൻ പെണ്ണ് കാണാൻ പോകുന്നതിന് കാപ്പൂടിക്കാൻ പോകുന്നെന്നാ ഇവിടെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. അപ്പൂട്ടാ പോവാ. പാച ഒടിച്ച് നിക്കാതെ തക്കടി. എന്റെ ഭഗവതി, പാവം എത്ര പെണ്ണ് കണ്ടതാ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഓ പിന്നെ എന്തിനാ നാടുനീളം ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നത്? നാണം ഇല്ലാതെ. എന്തിനാടി ഈ കുശുമ്പ്? ചേച്ചി നോക്കിക്കോ, അപ്പൂട്ടം പെണ്ണ് കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും. ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ഗജകേസരി യോഗമാണ്. നീചഭംഗ രാജയോഗവും ഉണ്ട്. മന്ത്രി വരെ ആവാനുള്ള യോഗം അപ്പൂട്ടന്റെ ജാതകത്തിൽ കാണുന്നുണ്ട്. അടുത്ത ഇലക്ഷന് ഞങ്ങൾ അപ്പൂട്ടനെ താമരക്കുളത്ത് നിർത്താൻ പോവാ. പക്ഷേ അത് ഫലത്തിൽ വരണമെങ്കിൽ അപ്പൂട്ടന്റെ വിവാഹം കഴിയണം. ഓമനക്കുട്ടിയുടെ അപ്പൂട്ടന്റെയും ജാതകം അത്യുത്തമമാണ്. കാപ്പി കുടിക്കാം. കോളടിച്ചില്ലടാ ഉഗ്രം കുട്ടി. ഇതൊത്ത് എനിക്കിഷ്ടമായി. എനിക്കിഷ്ടായി. നീ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായി. ബിസ്ക്കറ്റോ പെണ്ണോ? രണ്ടും. എന്നാ നമുക്ക് താമസിപ്പിക്കണ്ട. വരുന്ന ചിങ്ങത്തില് കല്യാണം അങ്ങ് നടത്താം. ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൂട്ടന്റെ കല്യാണം ആവുമ്പോ താമരക്കുളമൊന്ന് ഇളകും. നാട്ടുകാര് മുഴുവൻ കല്യാണത്തിനുണ്ടാവും. ഒരു വിരോധവും ഇല്ല. നമുക്ക് കെങ്കേമാക്കാം. അപ്പൂട്ടനും ഓമനക്കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആവാ. അയ്യോ, എനിക്കൊന്നും സംസാരിക്കാനില്ല. നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താം. ഇവൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ തന്നെയാ ആണുങ്ങൾക്ക് മുമ്പേ. ഞാനെന്താ സംസാരിക്കേണ്ടത്? സുഖമാണല്ലോ, എന്നെ ഇഷ്ടപ്പെട്ടല്ലോ, കല്യാണം ചിങ്ങത്തിൽ നടത്താലോ? ഒരുപാട് ആലോചനകൾ വന്നു. ഒന്നും എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഇഷ്ടാന്ന് ഞാൻ പറയണത്. ഓമനക്കുട്ടിയെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഓമനക്കുട്ടിക്കോ? ക്ഷമിക്കണം, ഈ കല്യാണം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടപ്പെടാത്തോണ്ടല്ല, ഞാൻ മറ്റൊരാളുമായി സ്നേഹത്തില. വീട്ടുകാരറിഞ്ഞിട്ടില്ല. അദ്ദേഹം ബോംബെയില. കാത്തിരിക്കാൻ പറഞ്ഞിട്ടാ പോയത്. വന്നിട്ട് വേണം വീട്ടുകാരോട് പറയാൻ. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോവും. നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ മനസ്സുള്ള ആളല്ലേ. ജീവിക്കാൻ കൊതിയുള്ള ഒരു പെൺകുട്ടിയുടെ അപേക്ഷ. എന്നെ കണ്ണീര് കുടിപ്പിക്കരുത്. ഈ കല്യാണം ഒന്നും മുടക്കി തരണം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. കാല് പിടിക്കരുത്, കരയരുത്, കരയരുത്. സാറില്ല കുട്ടി, നമ്മളൊക്കെ മനുഷ്യരല്ലേ. മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാൻ പറ്റൂ. പേടിക്കണ്ട, ഞാനിത് മുടക്കിത്തരാം. സദ്യ പാലക്കാട് ഹരിഹരയിലെയാണ് ഏൽപ്പിക്കുന്നത്. എന്നാ പിന്നെ ചോദ്യമില്ല. അപ്പൊ ആരെ കൈപ്പുണ്യുള്ള ആളല്ലേ? മണിയാ, വാ പോവാം. എന്താ പൊട്ടാ? എനിക്ക് പെണ്ണിന് ഇഷ്ടമായില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായി? അത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോ പെണ്ണിന് ഉയരം പോരാ. അപ്പൂട്ടന്റെ ചുമലിനൊപ്പം പൊക്കമുണ്ടല്ലോ. അതുപോലെ മാത്രമല്ല, പെണ്ണിന് നിറവില്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. വാ. ഈത്ത വിളിക്കരുത്. എന്താണ് തോന്നിയാസം കാണിക്കുക? നീ ഞങ്ങളെ നാട്ടിൽ തന്നെ ഉദ്ദേശം? ബഹളം ഉണ്ടാക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കാം. വണ്ടി നേരെ പുലിപ്പറമ്പിലേക്ക് പോട്ടെ. അവിടെ ഒരു കുട്ടിയുണ്ട്. പുലിപ്പറമ്പല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് എങ്ങനെ ബ്രോക്കർ വരെ അറിയാൻ മതിയല്ലോ. നിന്നോടൊപ്പം ഉള്ള പെണ്ണ് കാണാൻ ഇന്ന് അവിടെ നിർത്തിയിരിക്കുന്നു. പറയണ എന്താടാ പെണ്ണിന് കുഴപ്പം? കുഴപ്പമുണ്ട്. എടാ, അവള് മറ്റൊരാളുമായിട്ട് അടുപ്പത്തില്ല. ഈ കല്യാണം ഒന്ന് മുടക്കി കൊടുക്കാൻ കരഞ്ഞ് കാല് പിടിച്ചു. അപ്പൊ നീ അലിഞ്ഞു. പിന്നല്ലാണ്ട് മനസ്സിൽ മറ്റൊരാളെയും കൊണ്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കെട്ടുക? പാപമല്ലേ.